ഈ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് സോഹോ ബിഗിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു CRM സോഫ്റ്റ്വെയറിനെ പറ്റിയിട്ടാണ്. സോഹോ ബിഗിൻ ഒരു സിമ്പിൾ ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു CRM സോഫ്റ്റ്വെയർ ആണ്. ഇത് മെയിൻലി ഡിസൈൻ ചെയ്തിട്ടുള്ളത് സ്മോൾ ബിസിനസ് ആൻഡ് സ്റ്റാർട്ടപ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു CRM സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഇതിൻ്റെ ഒരു ക്വിക്ക് ഓവർവ്യൂ നോക്കുകയാണെങ്കിൽ നമുക്ക് ജസ്റ്റ് സോഹോ ബിഗിൻ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതാണ് നമുക്ക് സോഹോ ബിഗിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. ഇവിടെ നമുക്ക് CRMസിന് വേണ്ടിയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും. പൈപ്പ് ലൈൻസ് വരുന്നുണ്ട്. പൈപ്പ് ലൈൻസിലാണ് നമ്മൾ എല്ലാ ലീഡ്സും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്യുന്നത്. സെയിൽസ് പൈപ്പ് ലൈൻ ആണ് ഇവിടെ നമ്മൾ ഡെമോയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ആ സെക്ഷനിൽ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റേജസ് കാണാൻ പറ്റും. നമ്മൾ ലീഡ്സിൻ്റെ ഫ്ലോ ആണ് ഈ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ വരുന്നത് ക്ലയൻസ് ആണ്. ക്ലയൻറ്റ് സെക്ഷനിലാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നമ്മൾ ഡിഫറെൻറ്റ് ബിസിനസ്സിൽ വരുന്ന ലീഡ്സിൽ വരുന്ന കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇവിടെയാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വരുന്ന സെക്ഷൻ കമ്പനി സെക്ഷനാണ്. നമ്മൾ ആഡ് ചെയ്യുന്ന ക്ലയൻസിൻ്റെ കമ്പനി ഡീറ്റെയിൽസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. ബിസിനസ് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് നമ്മൾ ഈ സെക്ഷനിൽ ആഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് നമ്മൾ പ്രൊഡക്റ്റ് സെക്ഷൻ വരുന്നുണ്ട്. പ്രൊഡക്റ്റ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ബിസിനസ്സിൽ വരുന്ന നമ്മളെ ഓൺ പ്രൊഡക്ട്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വിത്ത് പ്രൈസിങ് ആൻഡ് മറ്റ് ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഡാഷ്ബോർഡ് ആണ്. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫോളോ അപ്സ്, ലീഡ്സിന് വരുന്ന ഫോളോ അപ്സ്, നമ്മൾ എന്തൊക്കെ ടാസ്ക്സ് ഇനിയുണ്ട്, ഫോളോ അപ്പ് ചെയ്യാനുണ്ട് എന്നെല്ലാം നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്ന സെക്ഷനാണ്. ഇവൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കത് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. കാൾ സെക്ഷൻ നമുക്ക് ഇതേപോലെ നമുക്ക് ഡിഫറെൻറ്റ് കോൾസ് ഉണ്ടാവും. നമുക്ക് ക്ലയൻസുമായിട്ടുള്ള കോൾസ് എല്ലാം നമുക്ക് ലോഗ് ചെയ്ത് വെക്കാൻ പറ്റും. കലണ്ടർ സെക്ഷൻ നമുക്ക് ഓവറോൾ വ്യൂ കിട്ടും. നമ്മളെ ടാസ്ക്സും ഇവൻറ്റ്സും എല്ലാം നമുക്ക് ഓവറോൾ ആയിട്ടുള്ള ഒരു വ്യൂ ഇവിടെ പ്രസൻറ്റ് ആയിട്ട് വരും. നെക്സ്റ്റ് നമുക്ക് ഡാഷ്ബോർഡാണ്. ഡാഷ്ബോർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിപ്പോർട്ട് കിട്ടും. നമ്മൾ ലീഡ്സിന് എത്ര ലീഡ്സ് ക്ലോസ് ആയി, എത്ര ലീഡ്സ് ഇനി ക്ലോസ് ആവാനുണ്ട്, പ്രപ്പോസൽ എത്ര സെൻഡ് ചെയ്ത്, അങ്ങനെയുള്ള എല്ലാ റിപ്പോർട്ട്സും കാര്യങ്ങളെല്ലാം നമ്മൾ ബിസിനസ് ടോപ്പ് വ്യൂ, കസ്റ്റമർ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് നമുക്ക് ഈ ഡാഷ്ബോർഡിൽ നമുക്ക് റിപ്പോർട്ട്സ് വഴി നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് മെയിൻ ഫീച്ചേഴ്സ് നമുക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ബിഗിനിൽ നമുക്ക് ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമുമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻസ് പോസിബിൾ ആണ്. ഇപ്പോൾ മെയിൻലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കമ്മ്യൂണിക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഇമെയിൽ ഫീച്ചേഴ്സ് നമുക്ക് വരുന്നുണ്ട്. ഇമെയിൽ, ജിമെയിൽ, അതേപോലെ നമുക്ക് സോഹോ മെയിൽ, മൈക്രോസോഫ്റ്റിൻ്റെ മെയിൽസ് എല്ലാം നമുക്ക് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ യൂസ് കേസ് വരുന്നത് നമുക്ക് ബിഗിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഈ ജിമെയിൽ കണക്ട് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമറുമായിട്ടുള്ള ഇമെയിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആണ്. ഓക്കെ, നമുക്ക് ഔട്ട് ബൗണ്ടും ഇൻബൗണ്ടുമായിട്ടുള്ള എല്ലാ ഇമെയിൽസും നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ബിഗിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് മെസ്സേജ് സെക്ഷൻ വരുന്നുണ്ട്. മെസ്സേജ് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ വാട്സപ്പ് ഇൻറ്റഗ്രേഷൻ ആണ്. നമുക്ക് വാട്സപ്പ് ഇതിലേക്ക് ഡയറക്റ്റ്ലി ബിഗിനിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അത് ത്രൂ നമുക്ക് ബിഗിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് വാട്സപ്പിലേക്ക് ആക്സസ് ചെയ്തിട്ട് നമുക്ക് നമ്മളെ കസ്റ്റമറുമായിട്ട് ഈസി ആയിട്ട് വാട്സപ്പ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. മറ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളെല്ലാം ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫോൺ ഇൻറ്റഗ്രേഷൻ പോസിബിൾ ആണ്. നമുക്ക് ഡയറക്റ്റ് മറ്റൊരു ക്ലൗഡ് ഫോൺ പ്രൊവൈഡറുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ക്ലയൻസിനെ ഈസിലി നമുക്ക് ബിഗിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ്ലി കണക്ട് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ കോൾ റെക്കോർഡ്സും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കലി ഇതിൽ നമ്മൾ ലീഡ്സിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഉള്ളിലെല്ലാം റിസീവ് ആവും. നമുക്ക് ഫീച്ചറിലെല്ലാം യൂസ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് സോഷ്യൽ ഇൻറ്റഗ്രേഷൻസ് വരുന്നുണ്ട്. സോഷ്യൽ ഇൻറ്റഗ്രേഷൻസ് പറയുമ്പോൾ നമ്മൾ ആഡ്സ് എല്ലാം റൺ ചെയ്യുന്ന സോഷ്യൽ മീഡിയ ചെയിൻസ് എല്ലാം, ലീഡ്സ് എല്ലാം നമുക്ക് ഡയറക്റ്റ്ലി നമ്മളെ ബിഗിനിലേക്ക് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഇത് കുറച്ചൊരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഓക്കെ, ഇൻറ്റഗ്രേഷൻ നമുക്ക് ഡിഫറെൻറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ഇൻറ്റഗ്രേഷൻ ചെയ്യാൻ പറ്റും. നമുക്ക് ഫേസ്ബുക്ക് ഇൻറ്റഗ്രേഷൻ പോസിബിൾ ആണ്. ലിങ്ക്ഡിൻ, ഗൂഗിൾ ആഡ്സ്, വാട്സപ്പ് എല്ലാം നമുക്ക് പോസിബിൾ ആണ്. നമുക്ക് ഇത് ത്രൂ നമ്മൾ ആഡ്സ് എല്ലാം റൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ്ലി ഫോമിലേക്കെല്ലാം സബ്മിറ്റ് ചെയ്യുന്ന ലീഡ്സ് എല്ലാം നമുക്ക് ഡയറക്റ്റ്ലി നമ്മൾ ബിഗിനിലേക്ക് ലീഡായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് മാനുവൽ എൻട്രീസ് എല്ലാം നമുക്ക് അവിടെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് വൺസ് ലീഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ബിഗിനിലൂടെ നമുക്ക് ഫോളോ അപ്പ് ചെയ്യാൻ കാര്യങ്ങളെല്ലാം സാധിക്കും.